ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് മഴ ഉണ്ട് എന്ന് പറയാനും പറ്റില്ല, ഇല്ല എന്ന് പറയാനും പറ്റില്ല. ആ ലെവലിലാണ് കേട്ടോ ഇന്നത്തെ അന്തരീക്ഷം. ചെറുതായിട്ടൊന്നിങ്ങനെ വെയിൽ വരേണ്ട ഒരു അംശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഴ ഇടയ്ക്ക് തൂളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു കറിവേപ്പ് മരം വീണപ്പോൾ കൊള്ളിയുടെ മുകളിലേക്ക് വീണപ്പോൾ കൊള്ളി പറിച്ചു. അപ്പോൾ ആ കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ഇന്നത്തെ ടിഫിൻ കൊള്ളി കൊണ്ട് ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ദേ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. കുക്കറിൽ നമ്മൾ കൊള്ളി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെറുതെ ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്തു. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ സബോളയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഇതേ കുക്കറിൽ നമ്മൾ കൊള്ളിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ആ കൊള്ളി നമ്മൾ ഇത് സബോളയും ഇതൊക്കെ മൂപ്പിച്ച അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തു. കുറച്ച് നാളികേരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം കുറച്ച് നാളികേരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കൊള്ളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി കറി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു പിടി നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുകയാണ്. അതിലേക്ക് ഒരു 5-6 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് നാളികേരം ചോക്കനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. നാളികേരം ചോക്കനെ വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊള്ളി ഉപ്പുമാവാണെന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. കൊള്ളി ഉപ്പുമാവ് എല്ലാവരും രാവിലെ കഴിച്ചു. ഇനിയിപ്പോൾ ഈ മത്തി കറി ഉണ്ടാക്കിയിട്ട് കൊള്ളി കഴിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ കൊള്ളി പറിച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വർഗീസേട്ടൻ പണി കഴിഞ്ഞ് പോകുമ്പോൾ വർഗീസേട്ടനും കൊടുത്തു, ബാക്കി ഞങ്ങളും എടുത്തു. അത്രമാത്രം തന്നെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതിങ്ങനെ ഒടിഞ്ഞ് വീണ കാരണം ഇനി നിർത്തണ്ടല്ലോ വെച്ചിട്ട് പറിച്ചെടുത്തതാണേ. അപ്പോൾ അതേ നാളികേരമൊക്കെ ഏകദേശം ചോക്കനെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് മുതിരപ്പേരിലേക്കും ഒന്നും അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി എരിവില്ലാതെ വേണ്ട വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് നന്നായി ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. അത് തീ ഓഫാക്കിയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലയെന്നെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ചീഞ്ചട്ടി ചൂടുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പപ്പടം കാച്ചണ ചീഞ്ചട്ടിയാണ് ഇത് കേട്ടോ. അതുകൊണ്ടാണ് പപ്പടം കാച്ചിയിട്ട് ഇങ്ങനെ ചീഞ്ചട്ടി നല്ല കറുപ്പ് കളർ വന്നു. കാരണം നമ്മൾ എത്ര കഴുകിയാലും ഓരോ ദിവസവും ഇവിടെ പപ്പടം കാച്ചണുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി അത് ആ പൊടികളും നാളികേരം വറുത്തതൊക്കെ നമുക്കൊന്ന് ചൂടാറിയിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തവിടെ മാറ്റി വയ്ക്കാം. മിക്സർ ജാറിൽ അരച്ചെടുത്തവിടെ മാറ്റി വയ്ക്കാം. നല്ല മിനുസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ഒന്നിങ്ങനെ നീളത്തിൽ പുറത്തുനിന്ന് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞിട്ടതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി 1 സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സബോളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. അപ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നാളികേരം വറുത്തെടുക്കണതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം കറിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യമാണല്ലോ. അപ്പോൾ അത് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി എണ്ണയിൽ കിടന്നിട്ട് ചൂടായില്ല. ഇനി നമ്മൾ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുടംപുളിയാണ് മീനിന് ഞാൻ എടുക്കുന്നത്. അല്ല നമ്മൾ സാധാരണ വാളംപുളിയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളിയും ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നത് പോലെ ഞാൻ അടച്ച് വെച്ചിട്ടാണ് ചെറുതീയിൽ വെച്ച് വേവിക്കണത് കേട്ടോ. അങ്ങനെ നന്നായി വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞാൽ തക്കാളി സവോളയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞാൽ കറിക്ക് ഒന്നും കൂടി കൊഴുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി കൊള്ളി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ചോറിനാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഉരുട്ടിയിട്ട് ഒപ്പി ഉണ്ണുന്ന പോലെ. അപ്പോൾ അത് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ അല്ലിയാണ് കുടംപുളി, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു അല്ലി വലുതും 2 കുഞ്ഞി അല്ലിയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. പുളിയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര നല്ല ഫ്രഷ് മത്തിയൊന്നല്ല കേട്ടോ, മാർക്കറ്റിൽ നിന്ന് പോയിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ നല്ല മത്തി മാർക്കറ്റിൽ പോയി കിട്ടൂല വെച്ചിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ അത്ര ഫ്രഷ് ഒന്നല്ല, എന്നാലും ആ മത്തി അങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മത്തി ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് മത്തിയൊക്കെ വെന്ത് വരും. ആ സമയത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സർ ജാറിൽ നല്ല മിനുസമായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുൻപ് ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, മത്തിയും വെന്തിട്ടുണ്ട്. അരപ്പ് അതിലേക്ക് ചേർത്ത് മിക്സർ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കറിക്ക് ചാറ് ആവശ്യമിച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ അത് നിങ്ങൾ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ച് വെച്ച അരപ്പും ചേർത്തു മിക്സർ ജാറ് കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഇട്ട് വയ്ക്കണുള്ളൂ വെച്ചാൽ അങ്ങനെയായാലും മതി കേട്ടോ. അപ്പം ഞാൻ ഇന്നേക്ക് ഇത്തിരി മടി തോന്നി, അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി മൂപ്പിക്കണില്ല, അതിന് പകരം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഇതിന് മുകളിലേക്ക് കുറച്ച് അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറച്ചും കൂടി വേണം തോന്നി ഞാൻ ഉപ്പ് മെല്ലെ മെല്ലെ ഇടണുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഉപ്പ് കൂടിപ്പോയാലും ബുദ്ധിമുട്ടല്ലേ, കുറച്ച് കുറഞ്ഞാലും നമുക്ക് പിന്നെ ആവശ്യത്തിന് ഇടാമല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ തീ ഓഫാക്കി അതിന് മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ ഓഫാക്കിയാലും മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും തിളച്ചും കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ നന്നായി തിളയ്ക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തിളക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറുകിയ ചാറോട് കൂടിയ ഈ കറി കൂട്ടിയിട്ട് നമുക്കിങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് അതിൽ ഒപ്പിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ. മല്ലിമുളകൊക്കെ വറുത്തരച്ചതല്ലേ, നാളികേരമൊക്കെ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇനി ഉപ്പേരി വേണ്ടേ. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ മുതിരയാണ്. മുതിര കുക്കറിൽ വിസിൽ വരുത്തിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിലിട്ട് മൂത്തതിന് ശേഷം ആദ്യം ഞാൻ എണ്ണ മൂത്തപ്പോൾ ഒത്തിരി കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു, അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്തു, മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് വേവിച്ച മുതിരയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുതിര അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുതിരപ്പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജോ. ബായ്.